ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എറ്റ് ടു അതിൻ്റെ ഒരു ഉപയോഗം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പിന്നെ കണ്ടിട്ടും ഉണ്ടാവും. പക്ഷേ ഉപയോഗിക്കുമ്പോൾ ചിലർക്കെങ്കിലും ചില കൺഫ്യൂഷൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് എറ്റ് ടു എങ്ങനെയാണ് ഒരു സെൻറ്റൻസിൽ ഉപയോഗിക്കുന്നത്. എറ്റ് ടു ഉപയോഗിക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് എന്താണ് ഉപയോഗിക്കേണ്ടത്, വേർബ് ആണെങ്കിൽ വേർബിൻ്റെ ഏത് ഫോമാണ് ഉപയോഗിക്കേണ്ടത്, അതുപോലെ തന്നെ എറ്റ് ടുവിന് മുൻപിൽ എന്താണ് ഉപയോഗിക്കേണ്ടത്, ഇതൊക്കെ കൺഫ്യൂഷൻസ് തന്നെയാണ് പലർക്കും. അപ്പോൾ ഇന്നത്തെ ലെസണിൽ നമ്മളിതെല്ലാം ഈ കൺഫ്യൂഷൻസ് എല്ലാം മാറും. എറ്റ് ടു കഴിഞ്ഞാൽ ഉപയോഗിക്കേണ്ടത് വേർബിൻ്റെ ഫസ്റ്റ് ഫോം തന്നെയാണ്. വേർബിൻ്റെ ഫസ്റ്റ് ഫോം എന്ന് പറയുമ്പോൾ ബേസ് ഫോം ഓഫ് എ വേർബ്. ഫോർ എക്സാമ്പിൾ, എറ്റ് ടു ഗോ, എറ്റ് ടു സീ, എറ്റ് ടു വിസിറ്റ്, എറ്റ് ടു വാച്ച്. അങ്ങനെ വേർബിൻ്റെ ഫസ്റ്റ് ഫോമാണ് എറ്റ് ടു കഴിഞ്ഞിട്ട് ഉപയോഗിക്കേണ്ടത്. പക്ഷേ പാസീവ് വോയിസ് സെൻറ്റൻസിലാണെങ്കിൽ എറ്റ് ടു കഴിഞ്ഞിട്ട് ഉപയോഗിക്കേണ്ടത് ബി പ്ലസ് V3 ഫോമാണ്. ഇനി ഇപ്പോൾ ആക്റ്റീവ് വോയിസ് സെൻറ്റൻസുകളാണെങ്കിൽ, ആക്റ്റീവ് വോയിസ് സെൻറ്റൻസ് ആണെങ്കിൽ എറ്റ് ടു പ്ലസ് V1 ഉപയോഗിക്കണം, എറ്റ് ടു ഗോ എന്ന് പറയാം. അതേസമയം പാസീവ് വോയിസ് സെൻറ്റൻസ് ആണെങ്കിൽ എറ്റ് ടു പ്ലസ് ബി പ്ലസ് V3 ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ പാസീവ് വോയിസ് സെൻറ്റൻസ് ആകുമ്പോൾ എറ്റ് ടു ബി ഗോൺ എന്നാവണം. അത് നമുക്ക് എക്സാമ്പിൾ വരുമ്പോൾ മനസ്സിലാവും. എറ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള കുറച്ച് സെൻറ്റൻസുകൾ നോക്കാം. ഐ ഹാവിൻറ്റ് ടോട്ട് ദിസ് ലെസൺ എറ്റ്. ഞാൻ ഈ ലെസൺ ഇതുവരെയും പഠിപ്പിച്ചിട്ടില്ല. ഐ ഹാവിൻറ്റ് ടോട്ട്. ടോട്ട് എന്നാൽ ടീച്ച് എന്ന വേർബിൻ്റെ V3 ഫോമാണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഐ ഹാവിൻറ്റ് ടോട്ട് ദിസ് ലെസൺ എറ്റ്. ഈ ലെസൺ ഞാൻ ഇതുവരെയും പഠിപ്പിച്ചിട്ടില്ല. ഐ ഹാവിൻറ്റ് നോക്കൂ, നെഗറ്റീവ് സെൻറ്റൻസ് ആണ്, ഹാവ് നോട്ട്. പിന്നെ അത് ഒരു പെർഫെക്റ്റ് ടെൻസിലുള്ള സെൻറ്റൻസ് ആണ്. ഐ ഹാവിൻറ്റ് എന്ന് ഉപയോഗിച്ചത് ഇപ്പോൾ ഹീ ആണ് സബ്ജക്റ്റ് എങ്കിൽ ഹീ ഹാസിൻറ്റ് എന്നാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ സബ്ജക്റ്റ് അനുസരിച്ചിട്ട് ഹാവ് അല്ലെങ്കിൽ ഹാസ് ഉപയോഗിക്കാം. ഐ ഹാവിൻറ്റ് ടോട്ട്, വി ഹാവിൻറ്റ് ടോട്ട്, ദേ ഹാവിൻറ്റ് ടോട്ട്. അതുപോലെ പ്ലൂറൽ സബ്ജക്ട്സിൻ്റെ കൂടെയൊക്കെ ഹാവിൻറ്റ് എന്നുപയോഗിക്കുക. ഇനി സിംഗുലർ സബ്ജക്ട്സ് ആണെങ്കിൽ ഹാസിൻറ്റ് എന്നുപയോഗിക്കാം. ഹി ഹാസിൻറ്റ്, ഷീ ഹാസിൻറ്റ്, അങ്ങനെ. അപ്പോൾ ഐ ഹാവിൻറ്റ് ടോട്ട് ദിസ് ലെസൺ എറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ ഇതുവരേക്കും ഈ ലെസൺ പഠിപ്പിച്ചിട്ടില്ല. ഇനി ഒരു ക്വസ്റ്റ്യൻ ഫോം ആണെങ്കിലോ, ഹാവിൻറ്റ് യു ടോട്ട് ദിസ് ലെസൺ എറ്റ്. ഇതുവരെയും നിങ്ങൾ ഈ ലെസൺ പഠിപ്പിച്ചിട്ടില്ലേ. ഹാവിൻറ്റ് യു ടോട്ട് ദിസ് ലെസൺ എറ്റ്. നോക്കൂ, എറ്റ് ഉപയോഗിക്കുന്നത് സെൻറ്റൻസിൻ്റെ എൻഡിൽ ആണ്. ഹി ഹാസിൻറ്റ് വാട്ടേർഡ് ദ പ്ലാന്റ്സ് എറ്റ്. അവൻ ഇതുവരെയും പ്ലാന്റ്സിന് നനച്ചിട്ടില്ല. ഹി ഹാസിൻറ്റ് വാട്ടേർഡ് ദ പ്ലാന്റ്സ് എറ്റ്. അപ്പോൾ വാട്ടേർഡ് അവിടെ V3 ഫോമാണ് ഉപയോഗിക്കുന്നത്. അതാണ് എറ്റിൻ്റെ ഉപയോഗം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എറ്റ് ടു. എറ്റ് ടു ഉപയോഗിക്കുന്നത് എവിടെയാണ്? ഇപ്പോൾ നമ്മൾക്ക് ഒരു സ്ഥലത്തേക്ക് പോകാനുണ്ട്. ഐ ആം ടു ഗോ ടു ഡൽഹി. എനിക്ക് ഡൽഹിയിലേക്ക് പോകാനുണ്ട് എന്നല്ലേ അതിനർത്ഥം. ഐ ആം ടു ഗോ ടു ഡൽഹി. പക്ഷേ പോകാനുണ്ട്, അത് പോയിട്ടില്ല. ആ ഒരു പോകുക എന്നൊരു പ്രവൃത്തി എപ്പോഴും പെൻഡിങ്ങിലാണ്, നടന്നിട്ടില്ല. അത് ആ ഒരു കാര്യം ചെയ്തിട്ടില്ല. അത് ചെയ്യണം, പക്ഷെ ചെയ്തിട്ടില്ല. അപ്പോൾ ഐ ആം എറ്റ് ടു ഗോ ടു ഡൽഹി. ഐ ആം എറ്റ് ടു ഗോ ടു ഡൽഹി. ഇവിടെ എറ്റ് ടു എന്ന് നമ്മൾ ഉപയോഗിച്ചു. ഇവിടെ എന്താ, അത് പെൻഡിങ്ങിലാണ്, ആ കാര്യം നടന്നിട്ടില്ല എന്നർത്ഥം. ഐ ആം എറ്റ് ടു ഗോ ടു ഡൽഹി. ഐ ആം എന്നാണ് ഉപയോഗിച്ചത്. ഐ സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് ആം ഉപയോഗിച്ചത്. ഇനി ഹീ ആണ് സബ്ജക്റ്റ് എങ്കിൽ ഹീ ഈസ് എറ്റ് ടു ഗോ ടു ഡൽഹി. അതുപോലെ ദേ ആണ് സബ്ജക്റ്റ് എങ്കിൽ ദേ ആർ എറ്റ് ടു ഗോ ടു ഡൽഹി. അപ്പോൾ അതാണ് ആം, ഈസ്, ആർ ഒക്കെ മാറി മാറി ഉപയോഗിക്കാം സബ്ജക്റ്റ് അനുസരിച്ച്. അപ്പോൾ എറ്റ് ടു എന്നതിൻ്റെ മുന്നിൽ നമുക്ക് ആം, ഈസ്, ആർ ഒക്കെ വയ്ക്കാം. ഇനി ഇതൊരു പാസ്റ്റ് ടെൻസ് ആണെങ്കിലോ നമുക്ക് വാസ് അല്ലെങ്കിൽ വേർ ഉപയോഗിക്കാം. ഐ വാസ് എറ്റ് ടു ഗോ ടു ഡൽഹി. ഇത് ഏത് കോണ്ടെക്സ്റ്റിലാണ് ഉപയോഗിക്കുന്നത്? ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഞാൻ കഴിഞ്ഞ മന്തിൽ ചെന്നൈക്ക് പോയി. ആ സമയത്ത് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കൂടി വിളിച്ചു, പക്ഷേ അവൾ വന്നില്ല. പക്ഷേ ഇന്ന് ഞാൻ അവളെ കണ്ടപ്പോൾ ചോദിച്ചു, എന്താ നീ എൻ്റെ കൂടെ ചെന്നൈയിൽ വരാതിരുന്നത് എന്ന്. അപ്പോൾ അവൾ പറയുകയാണ്, ഐ വാസ് എറ്റ് ടു ഗോ ടു ട്രിവാൻഡ്രം. ഐ വാസ് എറ്റ് ടു ഗോ ടു ട്രിവാൻഡ്രം. പാസ്റ്റിലെ കാര്യമാണ് പറയുന്നത്. പാസ്റ്റിൽ അങ്ങനെ ഒരു കാര്യം, ട്രിവാൻഡ്രത്തേക്ക് പോകുക എന്ന കാര്യം അവൾക്ക് പെൻഡിങ് ആയിരുന്നു, ചെയ്തിട്ടില്ല. ചെയ്യാനുണ്ടായിരുന്ന ഒരു കാര്യം ആ സമയത്ത്
ബാക്കിയാണ്, ആ സമയത്ത് ചെയ്തിട്ടില്ല, അതൊരു പെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു പ്രവൃത്തിയായിരുന്നു, അത് ഒരു പെൻഡിങ്ങിലായിരുന്നു, പോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് വരാതിരുന്നത് എന്നുള്ള റീസൺ പറയുമ്പോൾ അവൾ പറയുന്നത് എന്താ? ഐ വാസ് യെറ്റ് ടു ഗോ ടു ട്രിവാൻഡ്രം. പാസ്റ്റിൽ കഴിഞ്ഞ ഒരു കാര്യത്തിന്, അന്ന് അങ്ങനെ ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യമാണ്, അന്ന് അത് പെൻഡിങ്ങിലായിരുന്നു എന്ന് പറയുന്നതാണ് ഐ വാസ് യെറ്റ് ടു ഗോ ടു ട്രിവാൻഡ്രം. അപ്പോൾ വാസ് ഉപയോഗിക്കാം. ഇനി ഷീ അല്ലെങ്കിൽ ഐ ഒക്കെ ആവുമ്പോഴാണ് നമ്മൾ വാസ് ഉപയോഗിക്കുന്നത്. ഇനി വി ആയിരുന്നെങ്കിൽ വി വേർ എന്ന് ഉപയോഗിക്കാം. വി വേർ യെറ്റ് ടു ഗോ ടു ട്രിവാൻഡ്രം. അത് പാസ്റ്റിലെ കാര്യം പറയുമ്പോൾ നമുക്ക് അത്തരത്തിൽ ഉപയോഗിക്കാം. ഇനി നമുക്ക് യെറ്റ് ടുവിന് മുൻപിൽ ഹാവ്, ഹാസ് അല്ലെങ്കിൽ ഹാഡ് ഉപയോഗിക്കാം. അതെവിടെയാണ്? ഇപ്പോൾ ഐ ഹാവ് ടു ഗോ ടു ഡൽഹി. ഐ ഹാവ് ടു ഗോ ടു ഡൽഹി എന്ന് പറഞ്ഞാൽ എനിക്ക് ഡൽഹിയിലേക്ക് പോകണമെന്നല്ലേ? പോകാനുണ്ട്, അത് പോകേണ്ട ഒരു കാര്യമാണ്, എനിക്ക് ചെയ്യാനുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഐ ഹാവ് ടു ഗോ ടു ഡൽഹി എന്ന് പറയുന്നതിന് പകരം നമുക്ക് ഐ ഹാവ് യെറ്റ് ടു ഗോ ടു ഡൽഹി. ഐ ഹാവ് യെറ്റ് ടു ഗോ ടു ഡൽഹി. എനിക്ക് പോകാനുണ്ട് എന്ന് തന്നെയാണ്, പക്ഷേ ആ പോകാനുള്ള കാര്യം പെൻഡിങ്ങിലാണ്, ഇപ്പോഴും അത് ചെയ്തിട്ടില്ല. ഐ ഹാവ് യെറ്റ് ടു ഗോ ടു ഡൽഹി. അപ്പോൾ ഐ ഹാവ് യെറ്റ് ടു ഗോ ടു ഡൽഹി എന്ന് പറയുന്നതും ഐ ആം യെറ്റ് ടു ഗോ ടു ഡൽഹി എന്ന് പറയുന്നതുമൊക്കെ സെയിം തന്നെയാണ്, അതിൻ്റെ ഒരേ മീനിങ്ങിൽ തന്നെ അത് ഉപയോഗിക്കാം. പിന്നെ നമ്മൾ ആം ടു അതിൻ്റെ ഉപയോഗം, ഹാവ് ടു അതിൻ്റെ ഉപയോഗം ഒക്കെ പഠിച്ചിട്ടുണ്ട്. അത് തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. കാരണം ആം ടു ഉപയോഗിക്കുന്നത് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കാര്യത്തിനാണ്, അതേസമയം ഹാവ് ടു ഉപയോഗിക്കുന്നത് നമ്മുടെ ഒരു എക്സ്റ്റേണൽ ഒബ്ലിഗേഷൻ, നമ്മുടെ ഒരു ബാധ്യത അത് പറയുമ്പോഴാണ്. പക്ഷേ ഇവിടെ ഉപയോഗിക്കുമ്പോൾ യെറ്റ് ടു എന്ന് ഉപയോഗിക്കുമ്പോൾ നമുക്ക് രണ്ടും ഉപയോഗിക്കാം. ഐ ആം യെറ്റ് ടു ഗോ ടു ഡൽഹി എന്ന് പറയുന്നതും ഐ ഹാവ് യെറ്റ് ടു ഗോ ടു ഡൽഹി എന്ന് പറയുന്നതുമൊക്കെ സെയിം തന്നെയാണ്. എനിക്ക് ഡൽഹിയിലേക്ക് പോകുക എന്ന ഒരു കാര്യം പെൻഡിങ്ങിലാണ്, എനിക്ക് പോകാനുണ്ട് അവിടേക്ക് എന്നാണ്. ഇനി ഐ ഹാഡ് ഉപയോഗിക്കാം. യെറ്റ് ടുവിന് മുൻപിൽ ഹാഡ് ഉപയോഗിക്കാം. ഐ ഹാഡ് യെറ്റ് ടു ഗോ ടു ഡൽഹി എന്ന് പറഞ്ഞാൽ പഴയ കാര്യം, പണ്ടത്തെ കാര്യം, അതായത് മുൻപ് അങ്ങനെ അന്നത് പെൻഡിങ്ങിലായിരുന്നു ആ സമയത്ത് എന്ന് പറയില്ലേ, ഒരു പാസ്റ്റിലെ കാര്യം ആലോചിച്ചുകൊണ്ട് പറയും അന്ന് അത് പെൻഡിങ്ങിലായിരുന്നു ആ ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമുക്ക് ഐ ഹാഡ് യെറ്റ് ടു ഗോ ടു ഡൽഹി എന്ന് പറയും. കുറച്ചുകൂടി എക്സാമ്പിൾസ് നോക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് ഇത് മനസ്സിലാവും. പിന്നെ നമ്മൾ യെറ്റ് ഉപയോഗിക്കുമ്പോഴും യെറ്റ് ഉപയോഗിക്കുന്നതും തമ്മിൽ നമ്മൾ ആലോചിക്കും ഇത് രണ്ടും സെയിം തന്നെയാണല്ലോ എന്ന്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു സ്ഥലത്തേക്ക് ഇതുവരെ പോയിട്ടില്ല എന്ന് പറയുന്നതും എനിക്ക് ഇനിയും അത് പോവുക എന്നൊരു കാര്യം ബാക്കിയാണ് എന്ന് പറയുന്നതും രണ്ടും സെയിം തന്നെയാണ്. രണ്ട് സെൻറ്റൻസിലും യെറ്റ് ഉപയോഗിക്കുമ്പോഴും അതുപോലെ യെറ്റ് ടു ഉപയോഗിക്കുമ്പോഴും രണ്ടിൻ്റെയും മീനിങ് ഒന്ന് തന്നെയാണ് വരുന്നത്. പക്ഷേ ഒരു സെൻറ്റൻസ് നമ്മൾ നെഗറ്റീവ് സെൻറ്റൻസ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഐ ഹാവൻറ്റ് ഗോൺ ദർ യെറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെയും അവിടെ പോയിട്ടില്ല. അതേസമയം ഐ ഹാവ് യെറ്റ് ടു ഗോ ദർ, ഐ ഹാവ് യെറ്റ് ടു ഗോ ദർ എന്ന് പറയുമ്പോൾ എനിക്കവിടെ പോകുക എന്ന കാര്യം ബാക്കിയാണ്, ഇനിയിപ്പോൾ അത് പോകണം, എനിക്കവിടെ പോകേണ്ടതുണ്ട്, ഇതുവരെ പോയിട്ടില്ല എന്ന് തന്നെയാണ് അവിടെയും മീനിങ്. ഐ ഹാവൻറ്റ് വാച്ച്ഡ് ദ മൂവി യെറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ആ മൂവി ഇതുവരെയും കണ്ടിട്ടില്ല. ഐ ഹാവ് യെറ്റ് ടു വാച്ച് ദ മൂവി എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്. ഞാൻ ആ മൂവി കാണൽ ഇപ്പോഴും അത് പെൻഡിങ് ആണ്, കണ്ടിട്ടില്ല എന്ന് തന്നെയാണ് അവിടെ മീനിങ്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, യെറ്റ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഉപയോഗിച്ചത് ഐ ഹാവൻറ്റ് വാച്ച്ഡ് എന്നാണ്. അത് വാച്ച് എന്ന വേർബിൻ്റെ V3 ഫോമാണ്. അതേസമയം ഐ ഹാവ് യെറ്റ് ടു വാച്ച് ദ മൂവി എന്ന് പറയുമ്പോൾ യെറ്റ് ടു കഴിഞ്ഞിട്ട് വേർബിൻ്റെ V1 ഫോമാണ് ഉപയോഗിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം, യെറ്റ് ഉപയോഗിക്കുമ്പോൾ സെൻറ്റൻസിൻ്റെ എൻഡിലാണ് ഉപയോഗിക്കുന്നത്, യെറ്റ് ടു ഉപയോഗിക്കുന്നത് സെൻറ്റൻസിൻ്റെ മിഡിൽ ആണ്. ഹാവൻറ്റ് യു ഈറ്റൺ ദ ഫുഡ് യെറ്റ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇതുവരെ ഫുഡ് കഴിച്ചില്ലേ എന്നല്ലേ, അതൊരു ക്വസ്റ്റ്യൻ ഫോമാണ്. ഹാവൻറ്റ് യു ഈറ്റൺ ദ ഫുഡ് യെറ്റ്, ഇതുവരെയും നിങ്ങൾ ഫുഡ് കഴിച്ചില്ലേ എന്നാണ്. അതിന് നമുക്ക് ഫുഡ് കഴിച്ചിട്ടില്ല എങ്കിൽ ഇതുവരെയും കഴിച്ചിട്ടില്ല എന്നാണെങ്കിൽ ഐ ഹാവൻറ്റ് ഈറ്റൺ ദ ഫുഡ് യെറ്റ് എന്ന് പറയാം. അതല്ലെങ്കിൽ ഐ ഹാവ് യെറ്റ് ടു ഈറ്റ് ദ ഫുഡ്, ഐ ഹാവ് യെറ്റ് ടു ഈറ്റ് ദ ഫുഡ് എന്ന് പറയാം. ഫസ്റ്റ് സെൻറ്റൻസിൽ യെറ്റ് ഉപയോഗിച്ചു, സെക്കൻഡ് സെൻറ്റൻസിൽ യെറ്റ് ടു ഉപയോഗിച്ചു. രണ്ടിൻ്റെയും മീനിങ് ഒന്ന് തന്നെയാണ്, കഴിച്ചിട്ടില്ല, ഫുഡ് കഴിച്ചിട്ടില്ല എന്ന് തന്നെയല്ലേ. ഇനി പാസ്റ്റിലെ കാര്യമാണെങ്കിലോ, ഇറ്റ് വാസ് ലേറ്റ്, ദേ ഹാഡിൻറ്റ് ഈറ്റൺ ദ ഫുഡ് യെറ്റ്. ഇറ്റ് വാസ് ലേറ്റ്,
അപ്പോൾ ഒരു പാസ്റ്റിലെ കാര്യമാണ് പറയുന്നത്. അത് ലേറ്റ് ആയിരുന്നു, ഒരുപാട് വൈകിയിരുന്നു സമയം. ദേ ഹാഡിൻറ്റ് ഈറ്റൺ ദ ഫുഡ് യെറ്റ്. ആ സമയത്ത്, പാസ്റ്റിലെ കാര്യമാണ് നമ്മൾ പറയുന്നത്, ആ സമയത്ത് അവർ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് എറ്റ് ടു വെച്ചിട്ട് നമുക്ക് പറയാം. ഇറ്റ് വാസ് ലേറ്റ്. ദേ ഹാഡ് എറ്റ് ടു ഈറ്റ് ദ ഫുഡ്. അവിടെ ഹാഡ് ഉപയോഗിച്ചതിന് കാരണം പാസ്റ്റിലെ ഒരു കാര്യം പറഞ്ഞതുകൊണ്ടാണ്. ഇറ്റ് വാസ് ലേറ്റ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ, വാസ് ആണ് അവിടെ ഉപയോഗിച്ചത്, അത് പാസ്റ്റിലെ കാര്യമാണ്. അപ്പോൾ ആ സമയത്ത് അവർ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന മീനിങ് തന്നെയാണ് ഈ രണ്ട് സെൻറ്റൻസിലും വരുന്നത്. ഐ ഹാവ് നോട്ട് ഡിസൈഡഡ് എറ്റ്. ഞാൻ ഇതുവരെയും തീരുമാനിച്ചിട്ടില്ല. അത് എറ്റ് ടു വയ്ക്കുകയാണെങ്കിലോ, ഐ ഹാവ് എറ്റ് ടു ഡിസൈഡ്. ഷീ ഹാസിൻറ്റ് അറൈവ്ഡ് എറ്റ്. അവൾ ഇതുവരെയും എത്തിയിട്ടില്ല. ഷീ ഹാസ് എറ്റ് ടു അറൈവ്. രണ്ടിൻ്റെയും മീനിങ് ഒന്ന് തന്നെയാണ്. അവൾ ഇതുവരെ എത്തിയിട്ടില്ല എന്ന് പറയുന്നതും അവൾ എത്തുക എന്ന ഒരു കാര്യം ഇപ്പോഴും ആയിട്ടില്ല, കഴിഞ്ഞിട്ടില്ല, അത് പെൻഡിങ് ആണ് ഇപ്പോഴും എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എത്തിയിട്ടില്ല എന്ന് തന്നെയല്ലേ. ഐ ഹാഡ് നോട്ട് കോൾഡ് എറ്റ്. ഐ ഹാഡ് എറ്റ് ടു കോൾ എന്ന് പറയാം. അതല്ലെങ്കിൽ ഐ വാസ് എറ്റ് ടു കോൾ എന്ന് പറയാം. ആ ഹാഡിൻ്റെ പ്ലേസിൽ വാസ് ഉപയോഗിച്ചാലും സെയിം മീനിങ് തന്നെയാണ്. We had not decided yet. We had not decided yet. We had yet to decide. We had ആണ് നമ്മൾ എറ്റ് ടുവിന് മുമ്പിൽ ഉപയോഗിച്ചത്. ഇനി അതിന് പകരം നമുക്ക് we were yet to decide. We were yet to decide എന്നും പറയാം. അത് രണ്ടിനും സെയിം മീനിങ് തന്നെയാണ് വരിക. Have you booked your flight? നിങ്ങൾ നിങ്ങളുടെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടോ എന്ന മീനിങ് ആണത് ആ ഒരു ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസിന്. ഇനി അതിന് നമുക്ക് ബുക്ക് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് പറയാം? ഐ ഹാവിൻറ്റ് ബുക്ക്ഡ് ദ ടിക്കറ്റ് യെറ്റ്. ഐ ഹാവിൻറ്റ് ബുക്ക്ഡ് ദ ടിക്കറ്റ് യെറ്റ്. ഐ ഹാവ് യെറ്റ് ടു ബുക്ക് ദ ടിക്കറ്റ്. അതല്ലെങ്കിൽ ഐ ആം യെറ്റ് ടു ബുക്ക് ദ ടിക്കറ്റ്. ഹാസ് ദ പോസ്റ്റ് അറൈവ്ഡ്. പോസ്റ്റ് എത്തിയിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അതൊരു ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ് ആണ്, ഒരു ക്വസ്റ്റ്യൻ ആണത്. അതിന് നമുക്ക് ആൻസർ എങ്ങനെ പറയാം? പോസ്റ്റ് ഇതുവരെയും എത്തിയിട്ടില്ല എന്നെങ്ങനെ പറയും? ദ പോസ്റ്റ് ഹാസിൻറ്റ് അറൈവ്ഡ് എറ്റ് അങ്ങനെ പറയാം. അതല്ലെങ്കിൽ ദ പോസ്റ്റ് ഹാസ് എറ്റ് ടു അറൈവ്. അതും അല്ലെങ്കിൽ ദ പോസ്റ്റ് ഈസ് എറ്റ് ടു അറൈവ്. ഇനി നമുക്ക് പാസീവ് വോയിസ് സെൻറ്റൻസ് നോക്കാം. പാസീവ് വോയിസിലാവുമ്പോൾ എറ്റ് ടു കഴിഞ്ഞിട്ട് വേർബിൻ്റെ V1 ഫോം അല്ല ഉപയോഗിക്കുന്നത്, ബി പ്ലസ് V3 ഫോമാണ് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ നോക്കാം. ദ പ്രോഡക്റ്റ് ഹാസ് നോട്ട് ബീൻ ടെസ്റ്റഡ് ഓൺ അനിമൽസ് എറ്റ്. ആ പ്രോഡക്റ്റ് ഇതുവരെയും ആനിമൽസിൽ ടെസ്റ്റ് ചെയ്തിട്ടില്ല എന്നാണ്. The product has not been tested on animals yet. നോക്കൂ, ഇവിടെ എറ്റ് ആണ് ഉപയോഗിക്കുന്നത്. സെൻറ്റൻസിൻ്റെ എൻഡിലാണ് എറ്റ് വരുന്നത്. മാത്രമല്ല അത് ഒരു പെർഫെക്റ്റ് ടെൻസാണ്. പെർഫെക്റ്റ് ടെൻസിലെ പാസീവ് വോയിസ് സെൻറ്റൻസ് ആണ്. അതുകൊണ്ടാണ് ഹാസ് ബീൻ ടെസ്റ്റഡ് എന്നുപയോഗിച്ചിരിക്കുന്നത്. ഇനി അതെങ്ങനെ നമുക്ക് എറ്റ് ടു വെച്ച് പറയാം? ദ പ്രോഡക്റ്റ് ഹാസ് എറ്റ് ടു ബി ടെസ്റ്റഡ് ഓൺ അനിമൽസ് എന്നാണ് പറയേണ്ടത്. നോക്കൂ, എറ്റ് ടു കഴിഞ്ഞിട്ട് ബി ടെസ്റ്റഡ്, ബി പ്ലസ് V3 ഫോമാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ എറ്റ് ടു ഉപയോഗിക്കുമ്പോഴും എറ്റ് ഉപയോഗിക്കുന്നതും രണ്ട് സെൻറ്റൻസിലും V3 ഫോം തന്നെയാണ് ഉപയോഗിക്കുന്നത്, പാസീവ് വോയിസ് സെൻറ്റൻസ് ആയതുകൊണ്ട്. ദ റോബേഴ്സ് ഹാവ് നോട്ട് ബീൻ അറസ്റ്റഡ് യെറ്റ്. റോബേഴ്സ് ഇതുവരെയും അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. ഇവിടെ എറ്റ് ഉപയോഗിച്ചു. അടുത്ത സെൻറ്റൻസ്, ദ റോബേഴ്സ് ഹാവ് യെറ്റ് ടു ബി അറസ്റ്റഡ്. ദ റോബേഴ്സ് ഹാവ് യെറ്റ് ടു ബി അറസ്റ്റഡ്. നോക്കൂ, ടു ബി അറസ്റ്റഡ്, ബി പ്ലസ് V3 ഫോം ആണ് അവിടെ ഉപയോഗിച്ചത്. ഇനി ഒരു പാസ്റ്റ് ടെൻസിലെ സെൻറ്റൻസ് ഹാഡ് ഉപയോഗിച്ചുകൊണ്ട്. അറ്റ് ദാറ്റ് ടൈം ദ റൂം ഹാഡ് നോട്ട് ബീൻ ക്ലീൻഡ് യെറ്റ്. ആ സമയത്ത്, അറ്റ് ദാറ്റ് ടൈം എന്ന് പറയുമ്പോൾ തന്നെ വ്യക്തമാണ് അതൊരു പാസ്റ്റ് ടെൻസിലെ സെൻറ്റൻസ് ആണ്. അറ്റ് ദാറ്റ് ടൈം ദ റൂം ഹാഡ് നോട്ട് ബീൻ ക്ലീൻഡ് യെറ്റ്. ആ സമയത്ത് അത് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആ സമയം വരെ, ഇതുവരേക്കും എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസിലെ ഒരു സമയമാണ്. ഇത് നമുക്ക് എറ്റ് ടു വയ്ക്കുമ്പോൾ അറ്റ് ദാറ്റ് ടൈം ദ റൂം ഹാഡ് എറ്റ് ടു ബി ക്ലീൻഡ്. അതല്ലെങ്കിൽ അറ്റ് ദാറ്റ് ടൈം ദ റൂം വാസ്
എറ്റ് ടു ബി ക്ലീൻഡ്. അവിടെ വാസ് അല്ലെങ്കിൽ ഹാഡ് ഉപയോഗിക്കാം. ഇപ്പോൾ എറ്റ് ആൻഡ് എറ്റ് ടു എങ്ങനെ ഉപയോഗിക്കും എന്ന് മനസ്സിലായല്ലോ.